ഹായ് ഗൈസ്, മല്ലു കോമിക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാപ്റ്റർ 298 റിലീസായിട്ടുണ്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയാം. അതായത് ഇപ്പോൾ പുതിയ റാങ്കിങ്സും അതിൻ്റെ എൻ്റെ ഒപ്പീനിയൻസും ഞാൻ അതിൽ എന്തായാലും പറയാം. ആൻഡ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യ്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ രണ്ട് പേര്, അതായത് റിന്നും ഇസാഗിയും, അത് ഓക്കെ, അതവിടെ മാറ്റി വെക്കാം. പിന്നെ ബാക്കി വരുന്ന റാങ്കിങ്സിനെ പറ്റിയിട്ട് എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ, അതായത് ചാപ്റ്റർ 298 കൂടി ആലോചിക്കുമ്പോൾ അതിൽ പല കാര്യങ്ങളും ശരിയല്ല എന്ന് പോലെ തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ റിന്നും ഇസാഗിയും ഓക്കെ, അവർ രണ്ടുപേരും ഫസ്റ്റ് റാങ്കിങ്ങിലുള്ളത് ഓക്കെയാണ്. കാരണം ഇസാഗിയുടെ പൊട്ടൻഷ്യലും റിൻ്റെ പൊട്ടൻഷ്യലും ഏകദേശം ഒരേ ലെവലിലാണ് അവരുടെ രണ്ടുപേരുടെയും. ബാക്കിയുള്ള, അതായത് ഇപ്പോൾ ഷീഡോൻ്റെ നമ്പർ 3 ബാറോൻ്റെ നമ്പർ 4 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷീഡോനെ ഇപ്പോൾ എന്ത് തേങ്ങക്കാണ് 3-ാം നമ്പർ വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഷീഡോ ലാസ്റ്റ് മാച്ചിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു ഗോൾ മാത്രമാണ്, അതും ചാൾസിൻ്റെ അസിസ്റ്റിലൂടെ ഒരു ഗോൾ മാത്രമേ അടിച്ചിട്ടുള്ളൂ അവൻ. നേരെ മറിച്ച് നമ്മൾ നേരെ ബാച്ചിറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കളിയിൽ ബാച്ചിറ 2 ഗോളും 1 അസിസ്റ്റുമാണ്. ഓട്ടോയ്ക്ക് 1 അസിസ്റ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒപ്പം തന്നെ ബാച്ചിറ 2 ഗോളും അടിച്ചിട്ടുണ്ടായിരുന്നു. ആ മാച്ച് വൈൻഡപ്പ് ആയത് തന്നെ ബാച്ചിറയുടെ ഗോൾ കാരണമാണ്. അത് നമുക്ക് പാർട്ട് 15 എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെ ഗോൾ അടിച്ചതൊക്കെ. ആൻഡ് ഈ 2 ഗോളും അടിച്ചത് ബാച്ചിറയാണ്. പിന്നെ ബാച്ചിറയ്ക്ക് ഇവർ കൊടുത്തേക്കുന്ന പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5th റാങ്കിങ് ആണ്. ഷിഡോൻ കഴിഞ്ഞ് ബാറോൻ കഴിഞ്ഞിട്ട് ബാച്ചിറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 3rd റാങ്കിങ്ങിൽ ആക്ച്വലി വരേണ്ടത് ബാച്ചിറയാണ്. കാരണം ബാച്ചിറ അത്രയും നന്നായിട്ട് ഇവർ രണ്ടുപേരും, ബാച്ചിറയുടെ അത്രയും നന്നായിട്ട് ഇവർ രണ്ടുപേരും കളിച്ചിട്ടില്ല. പിന്നെ ഓദറിൻ്റെ അടുത്ത് നിന്ന് വന്നൊരു, അത് ഓദറിനെ എങ്ങനെയാണ് ഓദർ തീരുമാനിച്ചിരിക്കണമെന്ന് നമുക്കറിയില്ലല്ലോ. കാരണം അയാൾ നേരെ സർപ്രൈസിൻ്റെ മുകളിൽ സർപ്രൈസ് തന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ നാഗിയെ പുറത്താക്കിയത് എന്തിൻ്റെ കാരണത്തിലാണെന്ന് എനിക്കിപ്പോഴും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അത്രയും ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളെ പെട്ടെന്ന് തന്നെ ഔട്ടാക്കി കളയാന്നുള്ളതിന് ഭയങ്കര ഗഡ്സ് തന്നെ വേണം. അയാൾ എന്താ തീരുമാനിച്ചിരിക്കണം, അയാളുടെ തിങ്കിങ് എങ്ങനെയാണ് നമുക്ക് അറിയാൻ പാടില്ല. ആൻഡ് ഇപ്പോൾ ഇത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ വൺ പീസിൽ നേരെ സോറോനെ ഒരു എപ്പിസോഡിൽ കൊന്നു കളയാണെന്ന് ആലോചിക്കുക. അപ്പോൾ എങ്ങനെ തോന്നും നിങ്ങൾക്ക്, ഒരു റിഡംഷൻ ഒന്നും കൊടുക്കാണ്ട്? ഇനി എന്തായാലും നാഗിക്കൊരു റിഡംഷൻ ആർക്ക് വരുന്നുണ്ടാവും. പക്ഷേ ഇനി നേരെ കാണിക്കാൻ പോകുന്നത് U20 വേൾഡ് കപ്പാണ്. അതായത് 23 പേരല്ലാണ്ട് ഇനി അതിൽ വേറെ ആരും കയറ്റാനൊന്നും പോകുന്നില്ല. നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കത്തില്ല റൂൾസ്. ഇനി ലിബർട്ടി എടുത്തിട്ട് അവരങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇനി റാങ്കിങ്സ് നമ്മൾ കൂടുതലായിട്ട് റാങ്കിങ്സിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ബാറോക്ക് നമ്പർ ഇപ്പോൾ 4th ആണ് കൊടുത്തേക്കുന്നത്. അതിനുശേഷമാണ് ബാച്ചിറയുടെ നമ്പർ വരുന്നത് 5th. നമ്പർ 4, നമ്പർ 3 ഷീഡോക്ക്. എനിക്കിപ്പോഴും അത് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഷീഡോക്ക് എന്തിനാണ് നമ്പർ 4. ഇനി ബാച്ചിറയുടെ 5th നമ്പറിന് ശേഷം ചിഗിരിയാണ് നമ്പർ 6th വരുന്നത്. ഓക്കെ, ഇത് ഡിസേർവിംഗ് ആണ്. കാരണം ചിഗിരി നന്നായിട്ട് ഹാർഡ് വർക്കും ചെയ്യും. ആകെ ആ ടീമിന് വേണ്ടി, മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി മര്യാദക്ക് കളിച്ചൊരു ബ്ലൂ ലോക്ക് പ്ലെയർ എന്ന് പറയുമ്പോൾ, ഒരു സ്ട്രൈക്കർ എന്ന് പറയുമ്പോൾ അത് ചിഗിരി മാത്രമാണ്. ആൻഡ് ഇതിന് ശേഷം 7th നമ്മുടെ റിയോ ആണ്. റിയോക്ക് ഇപ്പോൾ, അതായത് റിയോക്ക് 7th കൊടുത്തത് എന്തിനാന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം റിയോ ഒരു മിഡ്ഫീൽഡറാണ്, ഒരു ഗോളും അടിച്ചിട്ടുണ്ട്, ഒരു അസിസ്റ്റും അടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനെക്കാട്ടി നല്ല പ്ലേയേഴ്സിനെ അവർ റാങ്കിങ്ങിൽ മുന്നോട്ടിട്ടേ വെച്ചിരുന്നത്. ഫോർ എൻ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോയെ പോലെ ഒരു പ്ലെയറിനെ അവർ ഇതിന്റെ റിയോയുടെ മുകളിലേക്കാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് അതിലോട്ട് വരാം. ഇപ്പോൾ നമ്പർ 7th റിയോ ആണ്. ആ നമ്പർ 8th കുനിഗാമിയാണ്. കുനിഗാമിക്കും ഞാൻ പറഞ്ഞില്ലേ, റിയോനെക്കാട്ടി എത്രയോ ബെറ്റർ ആയിട്ടാണ് കുനിഗാമി കളിച്ചുകൊണ്ടിരുന്നത്. മൊത്തം മാച്ചിൽ എപ്പോൾ നോക്കിയാലും ഷിഡോനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഷിഡോനെ അനങ്ങാൻ സമ്മതിക്കാണ്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുനിഗാമി. ഒരു ഗോൾ അടിച്ചു എങ്കിൽ പോലും. അതിനുശേഷം വരുന്നതാണ് 9th ഒട്ടോയ ലാസ്റ്റ് കളിയിൽ ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ബാച്ചിറക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് പറയുമ്പോൾ റിയോനെക്കാട്ടി എത്രയോ ടോപ്പായിട്ട് കളിച്ചിരുന്നായിരുന്നു ഒട്ടോയ. ആൻഡ് ഇതിന് ശേഷം ഒട്ടോയ്ക്ക് ശേഷം വരുന്ന റാങ്കിങ് ആണ് 10th നമ്പറിൽ ഐക്കോ. 10th നമ്പറാണ് ഐക്കോന് കൊടുത്തിട്ടുള്ളത്. അതായത് കഴിഞ്ഞ കളിയിൽ ക്യാപ്റ്റനായിട്ടായിരുന്ന ഐക്കോന് 10th നമ്പറും 11ാം നമ്പർ കറാസു ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അണ്ടർ റേറ്റഡ് ആണ്. കറാസുവിനെ പോലെ അത്രയും ടാക്ടിക്കലായിട്ട് മൊത്തം മാച്ച് റീഡ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ മൊത്തം ബ്ലൂ ലോക്കിൽ ഇസാഗി ഒഴിച്ച് വേറെ ആരുമില്ല. ആൻഡ് കറാസുവിന് നമ്പർ 11th കൊടുത്തേക്കുന്നത്. ആൻഡ് ഇതിന് ശേഷം കറാസുവിന് ശേഷം കൊടുത്തേക്കുന്നത് ഗോട്ട് ഗഗാമാരോനാണ് നമ്പർ 12th കൊടുത്തേക്കുന്നത്. ഓക്കെയാണ്, കാരണം ഗഗാമാരോ പോലെ ഒരു ഗോൾ കീപ്പർ മൊത്തം ബ്ലൂ ലോക്കിൽ അത്രയും ഫ്ലെക്സിബിൾ ആണ്. എങ്ങനെയൊക്കെ പന്തടിച്ചാലും എടുക്കണം എന്നുള്ളൊരു മൈൻഡ് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ബോഡി തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് എങ്ങനെയും പന്ത് തടുക്കുന്ന ഒരു ഗോൾ കീപ്പർ ആകെ ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് അത് നമുക്ക് ഒന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. ആൻഡ് ഗഗാമാരുവിൻ്റെ നമ്പറിന് ശേഷം വരുന്ന നമ്പറാണ് നമ്മുടെ ആര്യ മറ്റേ മുടി നീളമുള്ള. അതെ, അവനും കുഴപ്പമില്ല, കാരണം കളിക്കുന്ന കളിയിൽ അവനും ബെറ്ററാണ്. യുക്കീമിയക്ക് കൊടുത്തിരിക്കുന്നത് 14th നമ്പറാണ്.
യുക്കീമിയ ആക്ച്വലി വരേണ്ടത് ടോപ്പ് 10 വരേണ്ട ഒരു പ്ലെയർ ആണ് യുക്കീമിയുടെ പൊട്ടൻഷ്യൽ വെച്ചിട്ട്. ബാജിയുടെ അതുപോലെ തന്നെ ഡ്രിബിൾ ചെയ്യാനുള്ള കഴിവ് യുക്കീമിയൊക്കെ ഉണ്ട്. യുക്കീമിയ നന്നായിട്ട് കളിക്കുകയും ചെയ്യും. പക്ഷെ യുക്കീമിയക്ക് കിട്ടുന്ന ചാൻസുകൾ ഭയങ്കര കുറവായതുകൊണ്ട് മാത്രമാണ് യുക്കീമിയ റാങ്കിൽ നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് യുക്കീമിയുടെ ഞാനിപ്പോൾ ഭയങ്കര അണ്ടർ റേറ്റഡ് പ്ലേയേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ യുക്കീമിയക്ക് ഞാനൊരു പ്ലേസ് കൊടുക്കും, കറാസുവിനെ പോലെ തന്നെ. കാരണം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഉള്ള ഒരു പ്ലെയറാണ്. ആൻഡ് ഇതിന് ശേഷം വരുന്ന നമ്പറാണ് നമ്പർ 15 നീക്കോ. അതായത് നീക്കോക്കൊക്കെ ഓക്കെയാണ്, കാരണം നീക്കോയും മെറ്റാവിഷൻ ഉള്ള ഒരു പ്ലെയറാണ്. പിന്നെ ഹിയോരിക്ക് 16 നമ്പറാണ് കൊടുത്തേക്കുന്നത്. ഇതും എനിക്കറിയില്ല ഹിയോരി എങ്ങനെയാണ് 16ാമത്തെ ഇതിൽ വരികയെന്ന്. കാരണം ഊബേഴ്സ് വേഴ്സസ് ബാസ്റ്റർ മുഷനിലെ മാച്ചിൽ ഏറ്റവും കൂടുതൽ, അതായത് ഇൻവോൾവ് ചെയ്ത് കളിച്ച ഏറ്റവും കൂടുതൽ പാസും അസിസ്റ്റും എല്ലാം ചെയ്തത് ഹിയോരി ആയിരുന്നു. ആൻഡ് ഇനി PXG വേഴ്സസ് ബാസ്റ്റർ മുഷൻ എന്നുള്ള മാച്ച് എടുക്കാന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് കളിച്ചത് ഹിയോരിയാണ്. കാരണം എത്രയൊക്കെ അവനെ പൂട്ടാൻ നോക്കിയതാ, എന്നിട്ടും എങ്ങനെയൊക്കെ ഇസായിക്ക് പാസ് എത്തിക്കാനും അസിസ്റ്റ് കൊടുക്കാനും മാത്രമേ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ 16ാം നമ്പർ ഹിയോരിക്ക് കൊടുത്തത് എനിക്ക് ഭയങ്കര തെറ്റായിട്ട് തോന്നണം, എനിക്ക് ശരിയായിട്ട് തോന്നണില്ല. അങ്ങനെ ഹിയോരിക്ക് 16ാം നമ്പർ കൊടുത്തിട്ട് 17ാം നമ്പർ കൊടുത്തേക്കുന്നത് മൊത്തം നിയോ ഈഗേഴ്സ് ലീഗിൽ അധികം ഒന്നും കേട്ടുകേൾവി പോലും ഇല്ലാത്ത സെന്റോക്കാണ്. അതിന് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്റോക്ക് 17ാം നമ്പർ കൊടുത്തിട്ട് 18ാം നമ്പർ കൊറോണക്ക് കൊടുത്തേക്കുന്നു. PXG വേഴ്സസ് ബാസ്റ്റർ മുഷനിൽ ഏറ്റവും അടിപൊളിയായിട്ട് കളിച്ചൊരു പ്ലെയറിലൊന്നാണ് ഇവൻ, അതായത് കൊറോണ. അതായത് ഇസാഗിയുടെ ടീമിലായിരുന്നു, അത്ര നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഇസാഗിയെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഇസാഗിക്ക് വേണ്ടിയിട്ട് പാസ് കൊടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം ഇനി അങ്ങോട്ട് വരുന്ന റാങ്കിങ് ഒക്കെ 23ാമത്തെ നമ്പർ വരെ വരുന്ന റാങ്കിങ് ഒക്കെ ഓക്കെയാണ്. കാരണം അടുത്ത് വരുന്നത് സാൻഡറ്റ്സു ആണ്. സാൻഡറ്റ്സുവിന് ശേഷം വരുന്നത് ഫക്കാക്കു ആണ്. ഒബ്വിയസ്ലി ഒരു ടീമിൽ 2 ഗോൾ കീപ്പർ എന്തായാലും വേണം. അപ്പോൾ അടുത്തത് വരുന്നത് ഫക്കാക്കു ആണ്. ആൻഡ് ഇതിന് ശേഷം റായ്ച്ചി. ഓക്കെ, ഡിഫൻഡറായിട്ട് റായ്ച്ചിയും വേണം. കാരണം ഇതൊക്കെ ടാലിയാണ്. കാരണം ഒരു ടീമിൽ എത്ര പ്ലേയേഴ്സ് വേണമെന്നുള്ള കാര്യം നോക്കുമ്പോൾ ഇതൊക്കെ ടാലിയാണ്. ആൻഡ് റായ്ച്ചിനെ ലാസ്റ്റ്, അതായത് ഡാച്ചിനെ 21st കൊടുത്തിട്ട് 22nd വരുന്നത് കിയോറയാണ്. 22nd വരുന്നത്. കിയോറയ്ക്കും നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവന് കിട്ടിയ ചാൻസ് എല്ലാം അവന് മുതലാക്കി കളിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നു. അവന് ഏറ്റവും ബെറ്റർ ആയിട്ട് കളിക്കാൻ കിട്ടിയ ചാൻസിലെല്ലാം അവന് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു കിയോര. അതായത് മാംഗോ ചാപ്റ്റേഴ്സ് വായിക്കുന്നവർക്കറിയാം. ആൻഡ് ഇതിന് ശേഷം വരുന്ന പ്ലെയറാണ് നനാസെ. 23rd നനാസെക്കും 24th നാഗിക്കുമാണ് കൊടുത്തേക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ചാപ്റ്റേഴ്സ് വായിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇസാഗിക്ക് ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം. ബ്ലൂ ലോക്കിലെ സ്പോട്ട് ലൈറ്റ് വിന്നർ ആണെന്ന് പറഞ്ഞിട്ട് ഇസാഗിക്ക് ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാ കളിയും ഇസാഗിയെ കളിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. സെയിം ചാൻസ് നാഗിക്ക് എന്തുകൊണ്ട് കൊടുത്തുകൂടാ? അതായത് ഇപ്പോൾ ഏറ്റവും നന്നായിട്ട്, അതായത് ആ മൊത്തം ബ്ലൂ ലോക്ക് വേഴ്സസ് U20 മാച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസാഗി അടിച്ച ഗോളിനെക്കാട്ടിലും റിൻ അടിച്ച ഗോളിനെക്കാട്ടിലും ഏറ്റവും അടിപൊളിയായിട്ട് അടിച്ച ഗോള് നാഗിയുടെ ആയിരുന്നു. കാരണം അവിടുന്ന് ടാപ്പ് ലിഫ്റ്റ് ചെയ്തിട്ട് മോളെ പോയിട്ട് വോളി അടിച്ച്, ചാടി വോളി അടിച്ച അത്ര നല്ല ഗോള് ബ്ലൂ ലോക്കിന്ന് വേറെ ഒരു പ്ലെയറും അടിച്ചിട്ടില്ല. ഇനി നാഗിക്ക് ഒരു റിഡംഷൻ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സമയവും ഇല്ല. കാരണം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 100 ദിവസം മാത്രമേ ഉള്ളൂ ഇനി Under-20 വേൾഡ് കപ്പ് നടക്കാൻ വേണ്ടിയിട്ട്. ടീമും അനൗൺസ് ചെയ്തു, 23 പ്ലെയേഴ്സിനെ അനൗൺസ് ചെയ്തു. ഇനിയിപ്പോൾ ഒരാൾ ഇഞ്ചേർഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ 11 പേര് കളിക്കുന്നതിൽ ഒരാൾ ഇഞ്ചേർഡ് ആവുകയാണെന്നുണ്ടെങ്കിലും വേറെ ഈ ബാക്കിയുള്ള പ്ലെയേഴ്സിനെ എടുക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഇനി പുറത്തുനിന്ന് ഒരാൾ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നാഗിയുടെ കാര്യം കംപ്ലീറ്റ്ലി ഔട്ടാണ്. ഒരു റിഡപ്ഷൻ മാച്ച് വെക്കുകയാണെങ്കിൽ പോലും അതിൽ നാഗിനി എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം ആലോചിച്ച് നോക്കൂ, ഇനി അതായത് ഇത്രയും നാൾ കളിച്ചതും എല്ലാം ജപ്പാന് വേണ്ടിയിട്ട് Under-20 വേൾഡ് കപ്പ് ജയിക്കണം എന്നുള്ള മൈൻഡിലായിരുന്നു. നാഗിക്ക് വലിയ മോട്ടീവ് ഇല്ലെങ്കിൽ പോലും അവൻ ഫസ്റ്റ് ഗോൾ അടിക്കുമ്പോൾ പോലും അവൻ പറയുന്നത് നൈസ് ടു മീറ്റ് യു ജപ്പാൻ എന്നാണ്. അപ്പോൾ ഇനിയൊരു റിഡംഷൻ ആർക്ക് നാഗിക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഐ ഡോണ്ട് നോ. അല്ലെങ്കിൽ പിന്നെ ഇനി വിട്ടുപോയ പ്ലെയേഴ്സൊക്കെ അല്ലേ, നമ്മുടെ ആ പഴയ പ്ലെയേഴ്സിനെല്ലാം കൊടുന്നിട്ട് അങ്ങനെ മാച്ച് കളിപ്പിക്കും. പക്ഷെ അതിലൊന്നും ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് നാഗിയുടെ ചാപ്റ്റർ ഇവിടെ ക്ലോസ്ഡ് ആണെന്നാണ്. ഇനി ഇതൊരു ഫുട്ബോൾ മാങ്കയല്ല, വേറെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന മാങ്കയെ പോലെ ഇനി അവര് മാസമായിട്ട് ഇറക്കാനാണ് തീരുമാനിക്കണമെങ്കിൽ അങ്ങനെയും നടക്കാം, അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ. നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമന്റ് ചെയ്യുക. പല റാങ്കിങ്ങും പല രീതിക്കാണ് എനിക്ക് തോന്നുന്നത്, കറക്റ്റ് അല്ല എന്ന് തോന്നുന്നുണ്ട്. ബാച്ചിരക്ക് നമ്പർ 5th കൊടുത്തിട്ട് ഷീഡോക്ക് നമ്പർ 3 അട്ടർ ഫ്ലോപ്പ് എന്നേ ഞാൻ പറയത്തുള്ളൂ. അതുപോലെ തന്നെ നനാസയ്ക്ക് നമ്പർ 23rd കൊടുത്തിട്ട് നാഗിക്ക് 24th. കൺസിഡർ ചെയ്യാറുന്നു നാഗിന്, ഒരു പെർഫെക്റ്റ് ടീം ഉണ്ടാക്കി എടുക്കാറുന്നു ഇവർക്ക്. പക്ഷെ എങ്ങനെയാ വരാൻ പോണെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ ഗൈസ്. സോ ബൈ.